ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം നമുക്ക് ജാസ്മിൻ ഇന്ന് സെമിനാർ പ്രിപ്പറേഷൻ ഉണ്ട്. പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. പിന്നെ ഒത്തിരി പേപ്പർ വർക്ക് പെൻഡിങ് ഉണ്ട്. ഇന്നലത്തെ ഹാഫ് ഡേ ലീവിൻ്റെ വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ നാളെ എനിക്കൊരു മീറ്റിംഗ് എറണാകുളത്ത് കൂടാനുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിനായിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും പേപ്പർ വർക്കും പിന്നെ ഒത്തിരി മെയിൽസിന് റിപ്ലൈ കൊടുക്കാനുണ്ട്. ഇന്ന് ഞാൻ ഇച്ചിരി ഹറിയിലാണ്. ജാസ്മിനെ കോളേജിലും ആക്കിയിട്ട് ഡ്യൂട്ടിക്ക് കയറണം. നമുക്ക് ആദ്യം കാറ് സ്റ്റാർട്ട് ചെയ്യും. ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയി ജാസ്മിനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങാം. കാരണം നിന്ന് കഴിഞ്ഞാൽ നല്ല ഡിലേ ആവും. പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ കോളേജിലും പെട്ടെന്ന് കൊണ്ടാക്കി കൊടുത്തിട്ട് എനിക്കും എൻ്റെ കാര്യങ്ങളിലോട്ട് കടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ജാസ്മിൻ നമ്മുടെ കൂടെ വണ്ടിയിൽ കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ കോളേജിലോട്ട് പോകാനുള്ള പരിപാടിയില്ല. ജാസി ഇന്നലത്തെ പോലെ ഇന്ന് മൊബൈലിൽ സെമിനാറിൻ്റെ ടെൻഷനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ കോളേജ് എത്തി. ജാസ്മിനെ അവിടെ ഡ്രോപ്പ് ചെയ്തു. തിരിച്ച് ഓഫീസിലോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ ഓഫീസിലോട്ട് പോകുന്ന വഴിയായി കഴിഞ്ഞു. അങ്ങനെ ഓഫീസിൽ പോയി ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജാസി കുറച്ച് കഴിഞ്ഞപ്പം വിളിച്ചായിരുന്നു. ഇന്നിപ്പോൾ ക്ലാസ് ഈവനിങ് വരെ ഇല്ല. ഉച്ചയായപ്പോഴേ വിളിച്ചു. സെമിനാർ കഴിഞ്ഞു, വന്നു കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇനിയിപ്പോൾ പെട്ടെന്ന് പോയി എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചെത്താമല്ലോ. കാരണം എത്ര ഞാൻ വൈകുന്നോ അത്രയും പിന്നെ വീടെത്താനും അവളും വൈകും. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ നിന്ന് കോളേജിൽ പോയി പിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള രീതിയിലായി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം ആൾ നല്ല ഡിലേ ആയി. കാരണം എന്തൊക്കെയോ പേപ്പർ വർക്ക് അവിടെ പിന്നെ പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിലേ ആയി. ഞാൻ നല്ല പോസ്റ്റ് അടിച്ച് അവിടെ നിന്നു. അങ്ങനെ നമ്മുടെ മഹാറാണി സെമിനാറെല്ലാം കഴിഞ്ഞ് ചിരിച്ച മുഖത്തോടെ പുറത്തോട്ട് ഇറങ്ങി വരുവാണ് കോളേജിൽ. അപ്പോഴത്തേക്ക് നമ്മുടെ സെക്യൂരിറ്റിയുടെ 2 വാക്കുകൾ കേൾക്കാം. അതാണ് ഞാൻ 1 മണിക്കൂറായി. അത് സത്യമാണ്. ഓക്കെ ഏട്ടാ, ശരി. ഓക്കെ. അങ്ങനെ കോളേജ് ലൈഫ് ഫിനിഷ് സെറ്റായി അല്ലേ? 4 വർഷം. ജാസിയുടെ 4 വർഷം. 4 അല്ല, കോവിഡ് ബാച്ചാണ്. 5 വർഷം. 2020 തുടങ്ങിയതാണ്. ഒരു 6-7 മാസം ക്ലാസ് ഇല്ലാതെ ഇരുന്നിട്ട് പിന്നെ പിന്നെ റീസ്റ്റാർട്ടായി. 5 വർഷം. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് ജാസിയായിട്ട് പോകുന്ന വഴി ലുലു കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ജാസിയെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഞാനും അങ്ങ് ഡ്യൂട്ടിക്ക് കയറും. അങ്ങനെ ഞാൻ ജാസിയും വീട്ടിലാക്കി പിന്നെ ഓഫീസിലോട്ട് കയറി. ഓഫീസിലെ വർക്കുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഒത്തിരി വർക്കുണ്ട്, ഒരിടത്തേക്കും ഇറങ്ങിയില്ല. ഇങ്ങനെ ഇരിക്കെ എനിക്ക് ഇപ്പം നല്ല ടൈം ഡിലേ ആയി. അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു രാത്രിയത്തെ. കാരണം വീട്ടിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെയും താമസിക്കും. അപ്പോൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും കടയിൽ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ആ കട അടച്ചേക്കുക. പിന്നെ ഒരു ക്ലയൻറ്റും വിളിച്ചായിരുന്നു. ക്ലയൻറ്റിനെയും കണ്ടിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കണമല്ലോ, നല്ല വിശപ്പുമായി. അങ്ങനെ ഒരു 4 ദോശയും കറിയും കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലെത്തി. അങ്ങനെ 4 ദോശയും കറിയും മേടിച്ചു കഴിക്കാമെന്ന് വിചാരിച്ച് കഴിച്ചിട്ട് പിന്നെയും തിരിച്ച് ഇനിയിപ്പോൾ ഓഫീസിൽ ഡ്യൂട്ടിക്ക് കയറണം. കാരണം ഡ്യൂട്ടി ആയിട്ടില്ല, ഓവർ ടൈമാണ് എടുക്കുന്നത്. കാരണം വർക്കെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ എറണാകുളത്ത് പോകുമ്പോഴേ എല്ലാ വർക്കും ക്ലിയർ ചെയ്ത് വെച്ചിട്ട് പോയാലേ കാര്യങ്ങൾ കറക്റ്റ് ആകത്തുള്ളൂ. ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയെന്ന് പറഞ്ഞാൽ സെറ്റ് മഴ. ഈ മഴയത്തൂടെ വണ്ടി ഓടിച്ച് പിന്നെയും തിരിച്ചതേ ഡ്യൂട്ടിക്ക് കയറുന്ന വഴിക്ക് ഒരു പ്രിങ്കിൾസും കഴിച്ചുകൊണ്ട് പിന്നെ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം അത്യാവശ്യം നല്ല ടൈം ഡിലേ ആയിട്ടുണ്ട്. നല്ല ലേറ്റ് നൈറ്റായി. സമയം ഞാൻ എത്രയൊക്കെ ഇറങ്ങുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് പിന്നെ ഈ വർക്കും പ്രിങ്കിൾസുമായിട്ട് അങ്ങനെ ഇരുന്ന് കൂടി വർക്കെല്ലാം ഏകദേശം കുറേയൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ബാക്കി കുറച്ചും കൂടെ ഉള്ളൂ. അത് അങ്ങനെ ഇരുന്നിരുന്ന് ഞാനും ഇച്ചിരി മടുപ്പായി കഴിഞ്ഞപ്പോൾ ഞാനും പിന്നെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. കാര്യം നല്ല ക്ഷീണമായി, ടയേർഡുമായി. രാവിലെ ഇറങ്ങിയതാണ്. പിന്നെ രാവിലെ തൊട്ടേ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നല്ല ക്ഷീണിച്ച്. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് നേരെ ഇനിയിപ്പോൾ ലാപ്പും ഓഫ് ചെയ്ത് ഓഫീസും ഷട്ട് ഡൗൺ ആക്കിയിട്ട് നേരെ വീട്ടിൽ പോവുക, കിടക്കുക, അങ്ങ് ഉറങ്ങുക. വേറെ ഒരു പരിപാടി ഇനിയിപ്പോൾ ഇല്ല. നേരെ വീട്ടിലോട്ട് പോകുന്നു.
മഴ ഇതുവരെയായിട്ടും തോന്നിട്ടില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ കുടയും ഇല്ല. തലയിൽ കൈയും വെച്ച് ഓടിച്ചെന്ന് കാറിൽ കയറി പെട്ടെന്ന് വീട് പിടിക്കണം. അതാണ് ഇനി അടുത്ത ഉദ്ദേശം. അങ്ങനെ ഞാനിതാ എൻ്റെ വീട്ടിൻ്റെ അടുത്തോട്ട് എത്തി. ഞാൻ പോകുന്ന വീഡിയോയിൽ ഇട്ടിട്ടില്ല, പക്ഷെ സമയം കണ്ടോ. അപ്പോഴെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നാളത്തെ ദിവസം കാണാം. താങ്ക്